ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങിക്കണപ്പോ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പരിപാടി. നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പരിപാടി? നമ്മുടെ വാവയുടെ പേരിടലാണെന്ന്. അതിന്റെ പേരിടൽ അടിപൊളിയാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ പരിപാടി നമ്മുടെ വീട്ടിലല്ല, നമ്മൾ അവിടെയാണ് പരിപാടി. സുധിയുടെ വീട്ടിലുള്ള അപ്പൊ അവിടെ തന്നെ അവിടെ ഒരു ഹോളിലാണ്, നമ്മുടെ നിശ്ചയം നടന്ന ഹോളിലാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അതെ, അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണേണ്. അപ്പൊ നമ്മുടെ പരിപാടി ഒരു 11 മണിക്ക് തുടങ്ങാന്നാണ് പറയുന്നത്. ഇപ്പൊ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ഞങ്ങൾ നേരത്തെ പോകാൻ പോണേണ്. അത് എങ്ങും ദൂരമൊന്നുമല്ല, അപ്പുറം ഇപ്പുറമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്ക് ഈ പരിപാടിക്ക് ഇന്ന സമയമോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ പറയുന്നതിന് സമയം നമുക്ക് നൂലുകെട്ടും കാര്യങ്ങൾക്കൊക്കെയുള്ള സമയമൊക്കെ നോക്കണം. ഇപ്പൊ നമ്മുടെ എല്ലാവരും അത്യാവശ്യം കുറച്ച് ആൾക്കാരങ്ങോട്ട് വന്ന് കുടുംബത്തിന്റെ നമ്മൾ പരിപാടി നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കുറെ ഫ്രണ്ട്സും എല്ലാവരും അവിടെയാണ് എത്തണത്. നമ്മൾ ഇങ്ങോട്ടല്ല, ടൗണിൽ തന്നെ ആയതുകൊണ്ട് അവിടെ വരും. അപ്പൊ നമ്മളും അങ്ങാട് ഇപ്പൊ നേരത്തെ ചെല്ലും. നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ അതെ. അപ്പോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന വീഡിയോ കാണാം. ഇനി തുടർന്ന് കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറയണം. നമുക്ക് ചെന്നിട്ട് നമ്മുടെ ചെറുക്കന്റെ അമ്മയുടെ ലുക്കൊക്കെ കാണിച്ചു തരാം. അതെ, അച്ഛന്റെ ലുക്ക് ഇവിടെ തെങ്ങൊക്കെ ഉണ്ട്. അപ്പൊ ബാക്കി ലുക്കും കാര്യങ്ങളും വലിയതേ പുറത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. വലിയ സുന്ദരിമണിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. വില്ലേജൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്കാണ് പോവാം. നമ്മുടെ ചെറുക്കനോടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വണ്ടി എടുത്ത് നമുക്ക് പോവാം. അപ്പൊ ഇവിടെ നിന്ന് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ അതിനു മുന്നേ ഓഡിറ്റോറിയം ആൾക്കാരൊന്നും ഇല്ലാണ്ട് നമ്മളുടെ നടന്ന ഇപ്പൊ ഒരുക്കിയ ചെറിയ സ്റ്റേജ് നിങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിപ്പോയി കണ്ടിട്ടോ. അപ്പോഴും ഞങ്ങൾ അവിടെ എത്തും അല്ലേ. അപ്പൊ നമുക്ക് അവിടെ വെച്ച് ബാക്കി വിശേഷം കാണാം. ബാ. നേരെ കയറി വരുമ്പോൾ കാണുന്നതാണ് നമ്മൾ ചെക്കനായിട്ട് ആദ്യമായിട്ട് എടുത്ത ഫോട്ടോ. ആദ്യമായിട്ടെന്ന് വെച്ചാൽ 3 പേരുടെ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ. അത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആ സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ വെൽക്കം ബോർഡ് അങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ്. ആൾ തിരക്കൊന്നും ഇല്ലാണ്ട് കാണിച്ചു തരാട്ടാ. ഇനി കുറച്ച് കഴിയുമ്പോൾ നിറച്ച ആൾക്കാരായിരിക്കും. നല്ല സെറ്റപ്പ് ചെയ്ത് അവിടേക്ക് നമ്മുടെ നെയിം ബോർഡ് വന്നത്. ഇവിടെ നമ്മുടെ സർക്കനെ കിടത്താനുള്ളത്. അങ്ങനെ നമ്മുടെ നിശ്ചയം നടന്നതാണ് അല്ലേ ചാ? നിശ്ചയം നടന്ന ആളാണ്. അപ്പോൾ നേരെ കൊച്ചിൻ്റെ ആദ്യത്തെ പരിപാടി അവിടെ തന്നെ. അപ്പോൾ നേരെ നോക്കി ഇവിടെ നമ്മുടെ പെരുമ്പടന്നേണ്ടത് പെരുമ്പടന്നേന്. അപ്പോൾ ഇതിന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. ഇവിടെ ഒരു 10 മണി കഴിയുമ്പോഴേക്കാണ് പരിപാടി പറഞ്ഞേക്കണത്. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം. കുറേ നാളെത്തി നമ്മുടെ ഒരു പരിപാടി വന്നതാണ്. അത് നമ്മുടെ ചെക്കൻ്റെ പരിപാടി. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം. ബാക്കി വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് തുടങ്ങിയാണ്. ഓക്കെ, ബാ. നമ്മൾ നേരെ ശ്രുതിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടാ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്തൊക്കെയാണ് ലാസ്റ്റ് കാണിച്ചു കൊടുക്കുക. സെക്കൻഡ് അവിടെ ഒരുക്കുണ്ട് അവിടെ. അതെ, റെഡി ആയിട്ട് നമുക്ക് ഫുൾ മുണ്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് കാണിക്കാം. തക്കു നീ ഇല്ലേ അവിടെ? അതെ, അതിന് മുന്നേ അവിടെ ഒരു സംഭവം കൂടി കാണിച്ചു തരാം. അപ്പൊ നോക്കിയേ, ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോ ഒരാളിവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, വന്നോണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇന്നെ റെഡിയാക്കണത് എപ്പോഴത്തെ പോലെ തന്നെ കല്യാണം മുതൽ എല്ലാവർക്കും അറിയാമല്ലോ. മിടുക്കി മേക്ക് ഓവേഴ്സ് ജയശ്രീ സുധി അല്ലേ? അങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട്. മിടുക്കി മേക്ക് ഓവർ എന്നാണ് പറയാറ്. എല്ലാവർക്കും അറിയാവുന്ന അതെല്ലാവർക്കും അറിയാമെന്ന് നമ്മുടെ ആലിന്റെ അവിടെ തന്നെ കുറച്ച് ഉണ്ടല്ലോ. നമ്മുടെ സ്ഥലവും കൂടി പറഞ്ഞു കൊടുത്തു. ആലുവ ഉണ്ട്, നോർത്ത് പറവൂര്. ചിരിച്ചിരിക്കണ്ട അവിടെ ഒരാള്. ഇവിടെ പറവൂരുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ അല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമില് ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ കോണ്ടാക്ട് ചെയ്താൽ മതി. അതെ, അപ്പൊ നമുക്ക് എല്ലാം കഴിഞ്ഞ ശേഷം ഫൈനൽ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അവിടെ കാണിച്ചു തരാം നമുക്ക്. അപ്പൊ സമയം വൈകിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് പോകാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ സർക്കൻ റെഡി ആക്കേണ്ട. അയ്യോ, ഇതെന്താണ് ഞങ്ങൾ ചെക്കൻ റെഡി ആവണേ? ഉറങ്ങിയിരുന്നേ. അപ്പോൾ ആൾക്കാരെല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് കാറിലിരിക്കുന്നല്ലേ സുധി? പിന്നെ വെയിലും ചൂടൊക്കെ ഉണ്ട്. ഞാൻ ഇറങ്ങിയിട്ടില്ല, മാവ ഇറങ്ങിയിട്ടില്ല. അതെ, അപ്പൊ ഒരിക്കട്ടെ. അപ്പോൾ നമ്മുടെ പരിപാടിയോട് തുടങ്ങിയാണ്. പരിപാടി തുടങ്ങുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യുന്നത് റിപ്പിക്കുന്നില്ല. വാ.
കിടക്കാം. So let's begin this beautiful morning by welcome the stars of today, the proud parents Gopakumar and Shruti. ഒപ്പം അവരുടെ 90 days old little prince, the reason of all their smiles. അവരുടെ സന്തോഷം ഇരട്ടി മധുരമാക്കിയ അല്ലെങ്കിൽ അവരുടെ ജീവിതം ധന്യമാക്കിയ ഒരു കുഞ്ഞു രാജകുമാരൻ. ഒരു നല്ലൊരു കൈ കൊടുക്കാം ഓഡിയൻസ്, നല്ലൊരു സപ്പോർട്ട് പോരട്ടെ. Give a huge round of applause for the stars of the day with a grand welcome. അങ്ങനെ ഞങ്ങളെ വെൽക്കം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നതൊരു പാട്ടാണ് കേട്ടോ. ഈ പിള്ളേർ ഡാൻസ് കളിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ഓണക്കളിയിലുള്ള പിള്ളേരൊക്കെ തന്നെയാണ്. അപ്പോൾ അമ്മയും അതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ പാട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ വാവനെയൊക്കെ വെൽക്കം ചെയ്ത ഒരു ഡാൻസൊക്കെ ഇട്ട് നല്ലൊരു പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അത് കോപ്പിറൈറ്റ് വരണതുകൊണ്ട് നമുക്കത് ഇടാനായിട്ട് എന്തായാലും പറ്റില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും നമ്മളുടെ അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകൾ വന്നേ പിന്നെയാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇതിന് സമയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഡാൻസൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഇരിക്കണമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ സ്റ്റേജിലേക്ക് കയറണേ. ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. I welcome you all for this wonderful occasion. സോ അങ്ങനെ പാരന്റ്ഹുഡിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ ഗോപകുമാറും ശ്രുതി അല്ലേ. അപ്പൊ അവരുടെ ഈ ഒരു 90 days കുഞ്ഞിനൊപ്പം 90 days എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചാലോ. റെഡി? ശ്രുതി രണ്ടുപേരോട് ചെയ്യുന്നത് അവർക്ക് പറയാനുള്ളത് അറിയാം അല്ലേ. ഗോപകുമാരോട് ശ്രുതി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലൊരു അനുഭവം. ഇതുവരെ ജീവിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായുള്ള ലൈഫിലേക്കായിരിക്കും ഇതേപോലെ കൊച്ചു വന്നു കഴിഞ്ഞാലുള്ള വ്യത്യാസം. കരച്ചിലും ഒച്ചപ്പാടും ബഹളവും വ്യത്യസ്തമെന്ന് വെച്ചാൽ വ്യത്യസ്തതയാണ്. എന്താ പറയേണ്ടത് അറിയുള്ളൂ, അത് അനുഭവിച്ചറിയുമ്പോൾ അതിന്റെ ഫീൽ അറിയുള്ളൂ. എല്ലാവരും അനുഭവിച്ചറിയുന്ന ആൾക്കാരാണ്. എല്ലാ ആദ്യമായിട്ട് അറിയുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിളക്ക് കൊളുത്താനായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ 28-ന് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പേര് വിളിക്കാനായിട്ടുള്ളൊരു ഇതാണ് ആദ്യം നമ്മൾ ചെയ്യണത്. ഇങ്ങനെ കണ്ണ് ചവിട്ടിൽ പേര് വിളിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിളക്ക് കൊളുത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളോട് രണ്ടുപേരോടും വിളക്ക് കൊളുത്താൻ പറഞ്ഞ് അങ്ങനെ വാവൻ നമ്മുടെ രേഖ കൊടുത്തിട്ട് വിളക്ക് ഇങ്ങനെ കൊളുത്തണതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാണെങ്കിലും എല്ലാം അറിയാവുന്നതാണെങ്കിലും ആ ഒരു സമയത്ത് ഒരു ചെറിയൊരു കൺഫ്യൂഷനൊക്കെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഇതെല്ലാ പരിപാടികൾക്കും ഉള്ളതാണ്. അപ്പോൾ സുനിച്ചേട്ടൻ വേഗം വന്നിട്ട് സുനിച്ചേട്ടന് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നിൽക്കണ സ്ഥലമൊക്കെ ഒന്ന് മാറ്റി അങ്ങനെയൊക്കെ എല്ലാം കറക്റ്റായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വേഗം വിളക്ക് കൊളുത്തി. പിന്നെ നമ്മൾ ഒരെണ്ണം കഴിഞ്ഞതിന് ശേഷം ബാക്കി എല്ലാവരുമായിട്ട് അങ്ങനെ വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി നമ്മൾ പേര് വിളിക്കുന്ന കാര്യങ്ങളിലേക്ക് പോവുകയാണേ. ആദ്യം തന്നെ കണ്ണൻ മടിയിലിരുത്തിയിട്ട് കണ്ണൻ ഇങ്ങനെ ഒരു ചെവിയുടെ വെറ്റിലയും കൊണ്ട് അടച്ചു പിടിച്ചിട്ട് അടുത്ത ചെവിടിൽ പേരിങ്ങനെ പയ്യനെ 3 പ്രാവശ്യം വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതുപോലെ വിളിച്ച് പിന്നെ അപ്പുറത്തെ ചെവിടിലും ഇതുപോലെ വിളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ഇനി നമുക്കൊന്നും കൂടെ ഒരു റിവീലും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ പേരെന്താണെന്നുള്ളത്. എന്നോട് കുറേ പേരായി ചോദിക്കണത് വാവയുടെ പേരെന്താണ് എങ്ങനെയാണെന്നൊക്കെ എല്ലാം ചോദിക്കണുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വാവയുടെ പേരും വാവനെ വിളിക്കണത് എന്താണെന്നും എല്ലാം നമ്മളിപ്പോൾ റിവീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇടുന്ന ചടങ്ങാണ്. നമ്മൾ അരഞ്ഞാണം, മാല, വള, ചെയിൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാവരും നമ്മൾ അന്ന് 28-ൻ്റെ സമയത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇപ്പം ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യണേണ് ഓരോ ചടങ്ങുകളൊക്കെ ആയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഈ ചടങ്ങുകളെല്ലാം വേറെ രീതിയിലായിരിക്കും കേട്ടോ. നമ്മളുടെ ഇവിടെ ഇപ്പോൾ ഇതുപോലെയാണ് ചടങ്ങുകളെങ്കിൽ വേറെ സ്ഥലത്ത് വേറെ രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണം. Next is upon the name revealing ceremony. ഇനി വരുന്നത് ഈ ഒരു ദിവസത്തെ ഏറെ വിശേഷമായ ഒരു മുഹൂർത്തമാണ്. പഴയ ആൾക്കാർ പറയാറുണ്ടല്ലേ, a name is the first gift we can give a child. ഒരു കുഞ്ഞിനെ നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ഒരു ഗിഫ്റ്റ് ആണ് ആ കുഞ്ഞിന്റെ പേരെന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ 90 ദിവസങ്ങളായിട്ട് നമ്മൾ ഈ കുഞ്ഞിനെ സ്നേഹിച്ചും കൊഞ്ചിച്ചും ലാളിച്ചും ഒരുപാട് ഓമന പേരുകൾ വിളിച്ചിട്ടുണ്ട് അല്ലേ. But today they are going to reveal the official name of their 90 days old baby. Here we go. എല്ലാവരും ഒന്ന് കൗണ്ട് ഡൗൺ ചെയ്യണം കേട്ടോ. ഒരു റിവീൽ ചെയ്യുന്നതിന് മുമ്പ് ഓഡിയൻസ് ഒന്ന് കൗണ്ട് ഡൗൺ ചെയ്യണം. Here we go. 3, 2, 1. All of you. 3, 2, 1. Go.
നല്ലൊരു കൈഡി. And the name is Ridvik Gopakumar. വേദു എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഓമന പേരിട്ട് വേദു എന്ന് വിളിക്കും. ഋത്വിക് ഗോപകുമാർ. So may this name bring happiness, success and countless blessings to this baby. ഈ ഒരു പേര് കുഞ്ഞിന്റെ ജീവിതത്തിൽ എന്നും സന്തോഷവും സക്സസ് നിറയ്ക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓഡിയൻസ് ഒരു നല്ല കൈഡി. നമ്മുടെ ബേബി ഋത്വിക്, നമ്മുടെ വേദു, അതുപോലെ വേദുവിന്റെ ഫാമിലി എല്ലാവരും കേക്ക് ചെയ്യാൻ പോകുന്ന മൊമെന്റ് ആണ്. നല്ലൊരു കൈഡി. എല്ലാ ഓഡിയൻസും നല്ലൊരു കാര്യം കൊടുത്തേ. സ്പെഷ്യൽ ഡേ അല്ലേ? കേക്ക് പോലെ തന്നെ വേദുവിന്റെ ജീവിതവും മധുരമാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ നമ്മുടെ വാവയുടെ പേര് ഋത്വിക് ഗോപകുമാർ എന്നാണ്. നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് വേദു എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പേരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് നമുക്ക് പിന്നെ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇവരൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ചേച്ചിയൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ്. അപ്പോൾ എന്തായാലും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരുമായിട്ടൊക്കെ എടുത്തിട്ടാണ്. പിന്നെ നമുക്ക് ഒരു താങ്ക്സ് കാർഡ് പോലെ കുറച്ച് ചോക്ലേറ്റ്സും ഒരു കാർഡും ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചെയ്തു തന്നത് റോയോ ചോക്കോ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജാണേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. ചോക്ലേറ്റും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാർഡ് എല്ലാവർക്കും കൊടുക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് തോന്നി എനിക്കത്. പിന്നെ എൻ്റെ ഡ്രസ്സ് ചെയ്തു തന്നത് ആര്യ വസ്ത്ര എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് മിടുക്കി ബ്രൈഡൽ മേക്ക് ഓവേഴ്സാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും, ഒരുപാട് വീഡിയോസിലവരെ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളുടെ പ്രോഗ്രാം ഇത്രയും അടിപൊളിയായിട്ട് കൊണ്ടുപോയത് നമ്മളുടെ MC ആയിട്ട് ചെയ്തിരുന്ന ആളാണ്. നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. ആളുടെ പേര് കാജൽ എന്നാണ്. അപ്പോൾ ആളുടെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാവരുടെയും ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വേഗം ഫുഡ് കഴിച്ച് പിന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബൈ.